വീണ്ടുമൊരിക്കൽ വേൾഡ് കപ്പിന് മുന്ന് അർജന്റീനയുടെ സർവാധിപത്യം വിളിച്ചോതുകയാണ്. ഇറ്റലി കീഴടക്കി 2 പേർ വേൾഡ് കപ്പിനായി ഒരുങ്ങി വരുന്നുണ്ട്. എതിരാളികൾ സൂക്ഷിച്ചോളൂ. സീരിയയിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡറായിക്കൊണ്ട് യുവ സൂപ്പർ താരം വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള അർജന്റീനക്കാരൻ നിക്കോ പാസിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇറ്റലിയിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിരക്കാരനായി അതും അർജന്റീനൻ സൂപ്പർ താരം ലൗതാരോ മാർട്ടിനസിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ലിയോ മെസ്സിക്കു ശേഷം അർജന്റീനയുടെ മധ്യനിര ആരാണ് നിയന്ത്രിക്കുക? ആരാണ് അസൃഷ്ടപരമായ പാസുകൾ കൊണ്ട് മത്സരത്തിന്റെ ഗതി മാറ്റുക? ആരാണ് അടുത്ത തലമുറയിലെ മാജീഷ്യൻ? അർജന്റീന ഫുട്ബോൾ ലോകം തിരയാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിലേക്ക് കൂടുതൽ കേൾക്കുന്നത് നിക്കോ പാസ് എന്ന യുവ സൂപ്പർ താരത്തിന്റെ പേരാണ്. നിക്കോ തന്റെ ഉയരവും ടെക്നിക്കും വിഷനുമെല്ലാം ഉപയോഗപ്പെടുത്തി ഇന്ന് സിരിയയിൽ കോമോക്കായി മിന്നിത്തിളങ്ങുന്ന പ്രകടനം നടത്തുകയാണ്. ഈ സീസണിൽ 35 മത്സരങ്ങളിൽ സിരിയയിൽ കളിക്കാൻ ഇറങ്ങിയ നിക്കോ പാസ് 12 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മധ്യനിരയിൽ കളിക്കുന്ന താരം 18 ഗോൾ കോൺട്രിബ്യൂഷനാണ് സിരിയയിൽ മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് അസാധാരണമായ പാസ് ക്വാളിറ്റിയും ബോൾ കൺട്രോളുമാണ്. ഒരു മിഡ്ഫീൽഡർ എന്നതിലുപരി ഒരു ഗെയിം കൺട്രോളർ ആകാനുള്ള എല്ലാ കഴിവുകളും ഇന്ന് നിക്കോ പാസിനുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും കൃത്യമായി ഉപയോഗിക്കുകയാണ് കോമോയുടെ പരിശീലകനായ ഫാബ്രിഗസ്. ഫിസിക്കിനൊപ്പം മികച്ച ബോൾ കൺട്രോൾ കൂടിയാകുന്നതോടുകൂടി എതിരാളികൾക്ക് പന്തിറാഞ്ചൽ ബുദ്ധിമുട്ടാണ്. കൃത്യമായ വിഷൻ, കൃത്യമായ പാസിംഗ്, ഇടയ്ക്കിടെ എതിരാളികളുടെ ഡിഫൻസിനെ കീറിമുറിക്കുന്ന മനോഹരമായ ത്രൂ ബോളുകൾ, പെട്ടെന്നുള്ള ലോങ് റേഞ്ചർ ഷോട്ടുകൾ, ഇതെല്ലാമാണ് നിക്കോയുടെ പ്രത്യേകതകൾ. ഇന്ന് ലോകോത്തര താരങ്ങൾ വാഴുന്ന സീരിയയിൽ ഏറ്റവും മികച്ച മധ്യനിരക്കാരനുള്ള പുരസ്കാരം വാങ്ങിയിരിക്കുന്ന 21-കാരനായ നിക്കോ പാസ് ആണെന്ന് നിങ്ങൾ ഓർക്കണം. സ്കലോണി സിസ്റ്റം കൂടുതൽ പരിചിതമല്ല താരത്തിന്, എങ്കിലും സ്കലോണിയുടെ മനം കവരാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. അർജന്റീനക്കായി ഫ്രണ്ട്ലി മത്സരത്തിൽ ലിയോ മെസ്സിക്ക് പകരക്കാരനായി കളത്തിലിറങ്ങി മെസ്സിയുടെ പോലെ തന്നെ മനോഹരമായ മഴവില്ലായ്ക്കുള്ള ഫ്രീ കിക്ക് പായിച്ച് സ്കലോണിയുടെയും അർജന്റീന ആരാധകരുടെയും കയ്യടി നേടി താരം രാജ്യത്തിനായുള്ള ആദ്യ ഗോൾ തന്നെ ഗംഭീരമാക്കിയിരുന്നു. സ്കലോണിയുടെ മധ്യനിരക്ക് ഉറപ്പു പകരാൻ യുവതാരം അർജന്റീനയുടെ 26-അംഗ അന്തിമ സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. താരത്തിനായുള്ള അവസരത്തിന് വേണ്ടി അർജന്റീന ആരാധകരും കാത്തിരിക്കുകയാണ്. ഇനി ഇറ്റലിയിലെ ഏറ്റവും മികച്ച മുന്നേറ്റ നിര താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജന്റീനയുടെ ഗോളടി യന്ത്രം ലൗതാരോയാണ്. പലതവണ തന്നെ പരിക്ക് വേട്ടയാടിയില്ലായിരുന്നുവെങ്കിൽ ആ സീസണിലെ 17 ഗോളുകൾ എന്ന നേട്ടം 25ഉം കടന്ന് മുന്നേറിയേനെ. പലതവണയാണ് ഇദ്ദേഹത്തെ പരിക്ക് വേട്ടയാടിയത്. എങ്കിലും പരിക്കുമാറി തിരിച്ചെത്തുന്ന ഓരോ പോരാട്ടങ്ങളിലും ശക്തിയാർജിക്കുന്ന ലൗതാരോ മാർട്ടിനസിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ സീസണിൽ 17 ഗോളുമായി ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയ ലൗതാരോയ്ക്ക് പിന്നിൽ എത്രയോ ബാക്കിലാണ് എതിരാളികൾ പോലും. അർജന്റീനക്കായി ഇത്തവണ എതിരാളികളുടെ ഗോൾ വില നിറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സ്കലോണി സിസ്റ്റത്തിലെ പ്രധാന താരമാണ് ലൗതാരോ. പരിക്കെന്ന വില്ലൻ മാത്രം മാറി നിന്നാൽ മതി, ലൗതാരോ എതിരാളികളുടെ ഗോൾ വില നിറച്ചേക്കും. എതിരാളികൾ സൂക്ഷിക്കുക. ഇറ്റലി അടക്കി ഭരിച്ച നിക്കോ പാസും ലൗതാരോയുമെല്ലാം അർജന്റീനയുടെ ടീമിലുണ്ടാകും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ പെട്ടെന്നറിയാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിലേക്ക് കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും എത്താം.